ഇന്ന് നമുക്ക് ചൂട് എണ്ണക്കടികൾ കിട്ടുന്ന ഒരു നാടൻ കടയിലേക്ക് പോയാലോ? മൂവാറ്റുപുഴയിൽ നിന്നും ആരക്കുഴയ്ക്ക് പോകുന്ന വഴി പെരീണ നെല്ലൂർ കവലയിലാണ് ഈ കടയുള്ളത് കേട്ടോ. ഈ കടയുടെ പേരെന്താണെന്നല്ലേ? സഹചേട്ടന്റെ ചായക്കട. വൈകുന്നേരങ്ങളിൽ മാത്രം തുറക്കപ്പെടുന്ന ഒരു നാടൻ ചായക്കടയാണ്. വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന എണ്ണക്കടയിലും ചായയുമാണ് ഇവിടുത്തെ സ്പെഷ്യൽസ്. പഴംപൊരി, ഉണ്ടംപൊരി, ഉള്ളിവട, മുട്ട പുഴുങ്ങിയത്, പപ്പടവട, പരിപ്പുവട എന്നിവയൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ്. വൈകിട്ട് 3 മണിക്ക് തുറക്കുന്ന ഈ കട രാത്രി വരെ ഉണ്ടാകാറുണ്ട്. നല്ല കാരണം ഇവിടുത്തെ തിരക്ക് തന്നെയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ സ്പെഷ്യൽ പരിപ്പുവട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ? പരിപ്പുവടയുടെ മാവ് കൈകൊണ്ട് നല്ല രീതിയിൽ കുഴച്ച് ചെറിയ ബോളുകളാക്കി വാഴയിലേക്ക് വയ്ക്കുന്നു. വാഴയിലേക്ക് വെച്ച് ഓരോ ബോളുകളും കൈകൊണ്ട് പ്രസ് ചെയ്ത് ചൂടെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ചൂടെണ്ണയിൽ കിടന്ന് ആ പരിപ്പുവട മുരിഞ്ഞു വരുമ്പോഴത്തേനും സഹചേട്ടൻ്റെ കസ്റ്റമേഴ്സിന് ചായ എല്ലാം അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അദ്ദേഹത്തിനെ സഹായിക്കാൻ അദ്ദേഹം മാത്രമേ ഇവിടെയുള്ളൂ. കാരണം ഒരു വൺമാൻ ഷോ ആണ് ഇവിടെ നടക്കുന്നത്. സഹചേട്ടൻ ചായയൊക്കെ അടിച്ചുകൂടെ തിരിച്ചു വന്നത് നമ്മുടെ പരിപ്പടം മുരിഞ്ഞടക്കുന്നുണ്ടേ. മുരിഞ്ഞ പരിപ്പോടെയൊക്കെ എണ്ണയിൽ നിന്ന് കോരി എടുത്ത ചേട്ടൻ എണ്ണ വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇതേ ചേട്ടനുണ്ടല്ലോ ഉണ്ടംപൊരി ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. അതായത് നമ്മുടെ ബോണ്ട കൈ കൊണ്ട് ചെറിയ ബോളുകളാക്കി ചൂടെണ്ണയിലേക്ക് ആ മാവിട്ട് കൊടുത്തു കേട്ടോ. അത് കാണാൻ തന്നെ നല്ല സേലാണ് കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം ചേട്ടൻ നേരെ എന്ത് ചെയ്തെന്നറിയോ? നമുക്ക് വന്നിരിക്കുന്ന കസ്റ്റമേഴ്സിന് ചായയും മറ്റു പലഹാരങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ പോയി. ഇടയ്ക്ക് ആൾ വന്നത് നോക്കും, തിരിച്ചും മറിച്ചും ഇട്ടൊക്കെ കൊടുക്കുന്നേ ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ പണി കഴിഞ്ഞിട്ട് തിരിച്ചതേ നമ്മുടെ ഉണ്ടമ്പൊരു പാകമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അത് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് എണ്ണ വാലാൻ വച്ച് എണ്ണ വാലിനെടുത്ത് ചില്ല അലമാരിയിലേക്ക് കൊണ്ടുവന്ന് ഇട്ടു കേട്ടോ. ഇനി നമ്മുടെ ഫാൻസൊക്കെ അതെടുത്ത് കഴിച്ചോളും. അപ്പോഴത്തേനും പപ്പടവട ഫാൻസ് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ചേട്ടൻ വേഗം തന്നെ അടുത്തതായിട്ട് പപ്പടവട ഉണ്ടാക്കുവാണ്. പപ്പടവട നല്ല വലിയ പപ്പടം എടുത്തിട്ട് മാവി മുക്കി ചൂടെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. കണ്ടോ പപ്പടവട ഒന്ന് മുരിയുന്ന കണ്ടോ? പെട്ടെന്ന് തന്നെ ഇത് മുരിഞ്ഞ് കിട്ടി. അതും എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. അവിടെ മുരിഞ്ഞ പപ്പടവട കോരിയ ശേഷം അദ്ദേഹം ബാക്കിയുള്ള ഓരോ ഐറ്റംസും ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഏതാണ് തീരുന്നതെന്ന് നോക്കിയിട്ട് അത് ഓരോന്നായിട്ടും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതായത് ഓരോരുത്തർക്കും ചൂടോടെ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്ത് ചെയ്തു? അവിടെ നിന്നൊരു പഴംപൊരി മാത്രമേ കഴിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടംപൊരിയും പരിപ്പുടയും പാഴ്സലെടുത്ത് വീട്ടിൽ വന്ന് നല്ലൊരു ചായ ഇട്ട് അങ്ങോട്ട് കഴിച്ചു കേട്ടോ. അസലായിരുന്നു കേട്ടോ കഴിക്കാൻ തന്നെ. എന്താ ടേസ്റ്റ്!